ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ ലഹരിമുക്ത കായംകുളം പദ്ധതിയുമായി പോലീസ്. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിലാണ് ലഹരിമുക്ത കായംകുളം പദ്ധതി നടപ്പാക്കാൻ പോലീസ് ഇറങ്ങുന്നത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ പോലീസ് ലഹരിമുക്ത കായംകുളം പദ്ധതി നടപ്പിലാക്കുന്നു. സ്കൂളുകളിൽ 2025-26 അധ്യയന വർഷത്തിൽ ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത്. എക്സൈസ് വകുപ്പ്, റെസിഡൻസ് അസോസിയേഷനുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 2025-26 അധ്യയന വർഷത്തിൽ നമുക്ക് ഈ മേഖലകളുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കിക്കൊണ്ട് ലഹരിയിൽ വിമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടേത്. അതിന് വിവിധങ്ങളായ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ആരായുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ആലോചന യോഗം വെച്ചിരിക്കുന്നത്. അവിടുന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഓരോ ആശയങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു വർഷം എന്തെല്ലാം പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാവുന്നുള്ള അന്തിമ തീരുമാനം നമ്മൾ ആ കമ്മിറ്റിയിലാണ് എടുക്കുന്നത്. നഗരസഭയിലെ 44 വാർഡുകൾ, കൃഷ്ണപുരം, ദേവികുളങ്ങര പഞ്ചായത്തുകൾ, പത്തിയൂർ, ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളിലെ കുറച്ചു വാർഡുകൾ എന്നിവ ചേർത്ത ഒരു ക്ലസ്റ്റർ രൂപീകരിക്കും. പ്രദേശത്തെ 30 മേഖലകളാക്കി തിരിക്കും. ഓരോ മേഖലയിലും ലഹരി ഉപയോഗത്തെ ചെറുക്കാൻ ചെറിയ യൂണിറ്റുകൾ രൂപീകരിക്കും. യൂണിറ്റുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. ലഹരി ഉപയോഗിക്കുന്നവരെയും വിപണനം ചെയ്യുന്നവരെയും യൂണിറ്റുകളിലൂടെ കണ്ടെത്താൻ കഴിയും. 100 പേരുടെ ഒരു ക്ലസ്റ്റർ കമ്മിറ്റിയാണ് രൂപീകരിക്കുക. MLA, ഡിവൈഎസ്പി, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ, ജനപ്രതിനിധികൾ എന്നിവരെയും ഓരോ യൂണിറ്റിൽ നിന്നും 2 പേരെ വീതവും ഉൾപ്പെടുത്തിയാണ് ക്ലസ്റ്റർ കമ്മിറ്റി രൂപീകരിക്കുക. ക്ലസ്റ്റർ കമ്മിറ്റിയാണ് യൂണിറ്റുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത്. കൂടാതെ UP സ്കൂളുകൾ മുതൽ കോളേജുകൾ വരെയുള്ള സ്ഥാപനങ്ങളിൽ ഒരു പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ഉണ്ടാകും. ഓരോ സ്കൂളിലും ഒരു പോലീസുകാരനെ ഇതിനായി ചുമതലപ്പെടുത്തും. കുട്ടികളെയും ഉൾപ്പെടുത്തിയാണ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഇതിലൂടെ ഓരോ സ്കൂളിലെയും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെയും ഇവ വിപണനം ചെയ്യുന്നവരെയും കണ്ടെത്താനും കഴിയും. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി ഇവരെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും. ലഹരിമുക്ത കായംകുളം സ്റ്റിക്കറുകൾ സ്ഥാപനങ്ങളിൽ പതിപ്പിക്കും. ഇതിൽ പോലീസിന്റെയും എക്സൈസിന്റെയും നമ്പറുകളും ഉൾപ്പെടുത്തും. ലഹരി വിപണനവും ഉപയോഗവും കണ്ടെത്താൻ ഇത് സഹായിക്കും. ലഹരിമുക്ത കായംകുളം പദ്ധതിക്കായി വാട്സ്ആപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കായംകുളം.